ഇല്ലാത്തവർ കാണും, കുളിക്കാത്തവർ കാണും, ഭക്ഷണം കിട്ടാത്തവരാരും വസ്ത്രം കിട്ടാത്തവർ കാണും. പക്ഷെ അവർ വല്ലാതെ പൊറുക്കുന്നവരല്ല, അല്ലെങ്കിൽ അവർ സമരസപ്പെടാറില്ല. ഇവിടെ ഞങ്ങൾ സമരസപ്പെട്ടവരാണ്. ഇവിടുത്തെ വില്ലേജ് ഓഫീസ് മുതൽ RT ഓഫീസ് മുതൽ ഇന്നിപ്പോൾ ആ കഥയൊക്കെ മാറി, എല്ലാം ഇലക്ട്രോണിക്കൊക്കെ ആയി, അക്ഷയെ പോയാൽ എല്ലാം ചെയ്യാം, വില്ലേജ് ഓഫീസിലൊന്നും ആരും പോകേണ്ട കാര്യമില്ല. പക്ഷെ പഴയ കാലത്താണ്, ഞാൻ 80കളിലെ കഥയാണ് പറയുന്നത്, 90കളിലെ കഥയാണ് പറയുന്നത്. അപ്പോൾ അഴിമതി നമ്മൾ സാർവത്രികവൽക്കരിക്കപ്പെട്ട അംഗീകരിക്കപ്പെട്ട ഒരു സ്ഥലമാണ്. വലിയ പദ്ധതികളില്ല, വലിയ അഴിമതിയില്ല. ചെറിയ അഴിമതിയാണെങ്കിൽ വളരെയധികം അക്സെപ്റ്റ് ചെയ്തതാണ്. പഞ്ചായത്ത് ഓഫീസിൽ പോയി പൈസ കൊടുത്താൽ കാര്യങ്ങൾ ശരിയാക്കി തരുമെങ്കിൽ പൈസ കൊടുക്കാൻ തയ്യാറാണ്. RT ഓഫീസിൽ പോയി ലൈസൻസിന് കിട്ടാൻ പൈസ കൊടുത്താൽ ലൈസൻസ് കിട്ടുമെങ്കിൽ പൈസ കൊടുക്കാൻ നമ്മൾ തയ്യാറാണ്. അങ്ങനെ ഒരു സംവിധാനം. വില്ലേജ് ഓഫീസിൽ പോയി കാര്യങ്ങൾ നേടാൻ പൈസ കൊടുത്താൽ കിട്ടുമെങ്കിൽ നമ്മൾ കൊടുക്കാൻ തയ്യാറാണ്. അങ്ങനെയുള്ള ഒരു സമൂഹമാണ്. അപ്പോൾ പങ്ക് എല്ലാവർക്കും കിട്ടുമെങ്കിൽ അവിടെ പിന്നെ സുരക്ഷിതമായിരിക്കും. ഞാനൊരു ഉദാഹരണം പറഞ്ഞ ആ ഭാഗം എല്ലാം അവസാനിപ്പിക്കാം. ഒരിക്കൽ ജഗതി ശ്രീകുമാറിന്റെ ഒരു സിനിമയുണ്ട്. ആ സിനിമയിൽ ഒരു കഥ പറയുന്നുണ്ട്. കണ്ടക്ടർ 10 രൂപയുടെ ടിക്കറ്റിന് 5 രൂപയെ മേടിക്കത്തുള്ളൂ. 5 രൂപ വാങ്ങാതെ പറയും ടിക്കറ്റ് തരത്തില്ല. 5 രൂപ നിനക്ക് ലാഭം, 5 രൂപ എനിക്ക് ലാഭം, നീ ടിക്കറ്റ് തരാത്തോണ്ട് മുതലാളിക്ക് കൊടുക്കണ്ട, മുതലാളി ഇത് അറിയുന്നില്ല എന്ന് പറയുന്ന ഒരു കഥയുണ്ട്. കുറെ യാത്രക്കാരെങ്കിലും അങ്ങനെ പോകുമ്പോൾ കുറെ രൂപ കയ്യിലിരിക്കും. ഇതാണ് മലയാളിയുടെ, ശരാശരി മലയാളിയുടെ മാനസികാവസ്ഥ. ഈ അഴിമതി നമ്മൾ കാണുന്നുണ്ടോ? ഈ കൊള്ള നമ്മൾ കാണുന്നുണ്ടോ? നമുക്കെന്തേ മൗനം? എവിടെ പോയി ഇവിടുത്തെ BJP? എവിടെ പോയി സംഘപരിവാർ സംഘടനകൾ? എവിടെ പോയി ഹിന്ദു ഐക്യവേദി? എവിടെ പോയി പിന്നെ വിശ്വ ഹിന്ദു പരിഷത്ത്? എവിടെ പോയി BJP, പിന്നെ കോൺഗ്രസ്? എവിടെ പോയി മറ്റ് ഘടകകക്ഷികൾ? എവിടെ പോയി ഇവിടുത്തെ മാധ്യമങ്ങൾ? എവിടെ പോയി മറ്റുള്ളവർ? ഗൗരവമായി ചർച്ച ചെയ്യണം, വളരെ ഗൗരവമായി ചർച്ച ചെയ്യണം. കേരളത്തിന് മൗനമാണ്. ഇതിനി തണുത്ത് തന്നെ പോകും. എത്ര കേസുകൾ വന്നതാണ്? പിന്നെ സ്വർണ്ണ കേസ് വന്നു, സരിത കേസ് വന്നു. കേരളത്തിന്റെ രാഷ്ട്രീയ രംഗത്ത് ഏതു കേസ് വന്നാലും, TP ചന്ദ്രശേഖരന്റെ വധം വരെയുള്ള ഏത് കേസ് വന്നാലും ഒരു പർട്ടിക്കുലർ ലെവൽ എത്തുമ്പോൾ അത് നിൽക്കും. അത് നിൽക്കുന്നതല്ല വിഷയം, അത് നിർത്തുന്നതിന് വേണ്ടി, ആ ഓർബിറ്റിന് ചുറ്റും കിടന്ന് കറങ്ങുന്നതിന് വേണ്ടി എല്ലാവരും സമരസപ്പെടും.